സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഗൈസ് നമ്മൾ വീണ്ടും റോബ്ലോക്സ് പറഞ്ഞ ഗെയിമിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പബ്ജീൻ്റെ ഒക്കെ വീഡിയോ ഇടുന്നതിന് മുമ്പ് ബ്ലോക്സ് റൂട്ട്സ് പറഞ്ഞിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊന്നും അങ്ങനെ വ്യൂവേഴ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പബ്ജിയിൽ വന്നു. പിന്നെ പബ്ജി ഇൻസ്റ്റാൾ ചെയ്ത് ലാസ്റ്റ് പബ്ജി കളിക്കുന്നതൊക്കെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് ഇട്ടു. അപ്പോഴും അങ്ങനെ വ്യൂവേഴ്സ് ഒന്നും കിട്ടിയില്ല. അതിന് അങ്ങനെ 2-3 ദിവസമൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ കണ്ട് ലാസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ കാണാൻ തുടങ്ങി. പിന്നെ അങ്ങനെ വ്യൂവേഴ്സൊക്കെ കൂടി, സബ്സ്ക്രൈബറും എല്ലാം കൂടി. അപ്പോൾ അതുമാതിരി ബ്ലോക്സ് റൂട്ട്സിലും ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കണ്ട് ലാസ്റ്റ് ഇഷ്ടപ്പെടുന്ന സമയത്ത് വ്യൂവേഴ്സൊക്കെ ലാസ്റ്റ് ഇങ്ങനെ കൂടും ഇഷ്ടപ്പെടുന്ന സമയത്ത്. അങ്ങനെയാണ് നാം വിചാരിച്ചിരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ സപ്പോർട്ടൊക്കെ ചെയ്യണം. പിന്നെ ഗൈസ് നമ്മൾ അന്നൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് സെക്കൻഡ് സീലൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ തേർഡ് സീലൊക്കെ എത്തി. നമ്മുടെ ലെവൽ വന്നിട്ട് മാക്സ് ലെവലാണ്. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് പോർട്ടൽ പറഞ്ഞൊരു ഫ്രൂട്ടാണ്. പിന്നെ ഗൈസ് നാം വന്നിട്ട് പൈററ്റ്സിൻ്റെ ടീമാണ്. എനിക്ക് പൈററ്റ്സിൻ്റെ ടീം ഇഷ്ടപ്പെടാൻ കാരണം വൺ പീസാണ്. വൺ പീസിൽ ലൂഫി പറഞ്ഞ ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ട്. അവൻ മെയിൻ ക്യാരക്ടർ ആയ കാരണം അവൻ അങ്ങനെ മരിക്കുകയൊന്നുമില്ല. എന്നാൽ മെയിൻ ക്യാരക്ടർ ആയ കാരണം ടെക്നിക്കലി പവർഫുൾ ആയിട്ടുള്ളത് ലൂഫി തന്നെയാണ്. അവനേക്കാളും ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരും വൺ പീസിലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് മറ്റേ പൈററ്റ്സിൻ്റെ ടീമും ലൂഫിയും അതൊക്കെയാണ്. അത് അടിപൊളിയുണ്ടാവും. അപ്പം അത് കാരണമാണ് നമ്മളിപ്പോൾ ബ്ലോക്സ് റൂട്ട്സിലൊക്കെ വന്നപ്പോൾ പൈററ്റ്സിൻ്റെ ടീമിലേക്ക് വന്നിരിക്കുന്നത്. പൈററ്റ്സിൻ്റെ ടീം എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ടീമാണ്, മറൈനാണോ പൈററ്റ്സ് ആണോ എന്നുള്ളത് പറയണം. പിന്നെ ഗൈസ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടായിരിക്കും ഇനിയും നമ്മൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ പറ്റുന്നത്. അപ്പോൾ 2-3 മാസമായി തോന്നുന്നു. നമ്മളന്നേക്ക് ഫേസ് റിവീലിൽ അങ്ങനെ നിർത്തിയതാണ്. 2-3 മാസമായിട്ട് ഷോർട്സ് മാത്രം അങ്ങനെ ഇടുന്നത്. ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ലോങ് വീഡിയോസ് ഇടാൻ അങ്ങനെ ഇട്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഇനിയും ഇങ്ങനത്തെ ലോങ് വീഡിയോസ് എല്ലാം ഇനി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഗൈസ് നമ്മൾ വന്നിട്ട് ഇപ്പോൾ മാക്സ് ലെവലാണ്. അപ്പോൾ മാക്സ് ലെവലായ ആളിൻ്റെ കളക്ഷൻസ് കുറേ പേർക്ക് അറിയാൻ ഒരാകാംക്ഷ എല്ലാതും ഉണ്ടാവും. അപ്പോൾ കളക്ഷൻസ് നമ്മൾ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഐറ്റംസിൽ പോയി നമ്മൾ കളക്ഷൻസ് കാണിച്ചു തരാം. ആദ്യം നമ്മൾക്ക് മറ്റേ ടൂൾസാണ് നോക്കണ്ട്. മറ്റേ ബാക്ക് പാക്ക്, അപ്പോൾ സേബർ ഉണ്ട്, ഗ്രാവിറ്റി ബ്ലേഡ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഷാർക്ക് സോ ഉണ്ട്, കട്ടാനി ഉണ്ട്, ബസൂക്ക, പിന്നെ ഫിഷിംഗ് റോഡ് ഉണ്ട്. ഫിഷിംഗ് റോഡ് വെച്ചിട്ട് മീൻ പിടിക്കാൻ പറ്റും. പിന്നെ ഗൈസ് നമുക്ക് മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ക്രിയേഷൻ, പിന്നെ ഫോണിക്സ്, ഗോസ്റ്റ്, ഡാർക്ക് ഐസ്. നമുക്ക് മറ്റേ മിത്തിക്കൽ സ്കോളിങ്ങും കോമൺ സ്കോളിങ്ങും ഉണ്ട്. കോമൺ സ്കോളിങ് 2 ഉണ്ടാവും. പിന്നെ ഗോസ്റ്റും മാഗ്മ, റബ്ബർ, ബ്ലിസാർഡ്. പിന്നെ അപ്പോൾ ബ്ലിസാർഡ്, റബ്ബർ, ക്രിയേഷൻ, ഫോണിക്സ് ഇതൊക്കെ നമുക്ക് മറ്റേ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. മറ്റേ ഇവിടെ പോയപ്പോൾ സീ ഓഫ് ട്രീറ്റ്സ് ഉണ്ടാവില്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സർക്കിൾ ഉണ്ടാവും. ഈ സർക്കിളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. സോ ഗൈസ് അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് ഇവന്റിലൊക്കെ നമ്മൾക്ക് ആക്സസറി ഒക്കെ കിട്ടി. നല്ല ആക്സസറിയാണ് കിട്ടിയിരിക്കുന്നത്. ഫിഷിംഗ് റോഡ് വെച്ചിട്ട് നമ്മൾ മീൻ പിടിച്ചതാണ്. 3 മീനുകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. 3 മീനൊക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് തരുന്ന സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം. പിന്നെ ഗൈസ് നമ്മൾ വന്നിട്ട് V2 ആണ്. നമുക്ക് വള്ളത്തിൻ്റെ അകത്തൊക്കെ നീന്താൻ പറ്റും. പിന്നെ ഗൈസ് ഞാൻ പ്രൊഫൈലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ V2 ആണ് എൻ്റെ. പിന്നെ ഗൈസ് നമുക്ക് വന്നിട്ട് ഫൈറ്റിംഗ് സ്റ്റൈൽ അൺലോക്ക് ആക്കിയിരിക്കുന്നത് 5 അൺലോക്ക് ആക്കിയുള്ളൂ. ബാക്കി 6 അൺലോക്ക് ആക്കാനുണ്ട്. 3000 ഉണ്ട്. പിന്നെ ഫൈറ്റിംഗ് സ്റ്റൈലൊക്കെ 5 അൺലോക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഫൈറ്റിംഗ് സ്റ്റൈൽ സൂപ്പർ ഹ്യൂമൻ ആണ്. നമ്മുടെ കയ്യിൽ പോർട്ടലൊക്കെ ഉണ്ട്, പോർട്ടൽ ഫ്രൂട്ട്. ആദ്യത്തെ മൂവ് വന്നിട്ട് പോർട്ടൽ ഡാഷും, രണ്ടാമത്തെ മൂവ് വന്നിട്ട് പാരലൽ എസ്കേപ്പും ആണ്. പിന്നെ ഗൈസ് മൂന്നാമത്തെ മൂവ് വേൾഡ് വാർപ്പിൽ തൊട്ട് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ ടെലിപ്പോർട്ട് ആവാൻ പറ്റും. നാപ്പം നിൽക്കുന്ന പോർട്ടിലാണ്. നമ്മൾക്ക് ഒന്നും കൂടെ പോർട്ടിൽ തന്നെ ടെലിപ്പോർട്ട് ആവണമെന്നുണ്ടെങ്കിൽ വേൾഡ് വാർപ്പിൽ തൊട്ടാൽ മതി. ഇപ്പോൾ വേറെ സ്ഥലത്താണെങ്കിൽ നമ്മൾക്ക് ടെലിപ്പോർട്ട് ആവാൻ പറ്റും. അപ്പം വേൾഡ് വാർപ്പ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാം, അവിടെ ടെലിപ്പോർട്ട് ആവുമെന്ന് നോക്കിക്കോ. ഓക്കെ ഗൈസ്, സീ ഓഫ് ട്രീറ്റ്സ് പറഞ്ഞ സ്ഥലത്ത് ടെലിപ്പോർട്ടായി. പിന്നെ ഗൈസ് ഇത് വന്നിട്ട് തേർഡ് സീല് സീ ഓഫ് ട്രീറ്റ്സ് ആണ്. ഫസ്റ്റ് സീല് ഒരു സീ ഓഫ് ട്രീറ്റ്സ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്രീ ആയിട്ട് പ്രസൻറ്റ് ഇവന്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. അങ്ങനെയാണ് എനിക്ക്
ബ്ലിസാർഡൊക്കെ കിട്ടിയത്. പിന്നെ ഗൈസ് നമ്മൾക്കൊക്കെ ക്രൂ ഉണ്ട്. ഈ ക്രൂവിൻ്റെ പേര് സൂ എന്നാണ്. അപ്പോൾ എന്നെക്കാളും നിറയെ ആൾക്കാർക്കൊക്കെ നിറയെ ബൗണ്ടികളൊക്കെ ഉണ്ട്. എന്നെക്കാളും കൂടുതൽ ബൗണ്ടി വേറെ കുറേ ആൾക്കാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് എനിക്ക് 1.64 മില്യൺ എത്രയാണ് 1.64 മില്യൺ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഷോപ്പിൽ നോക്കാം. കൺട്രോൾ റീവർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൺട്രോൾ റീവർക്കിൻ്റെ ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കാണുക. എൻ്റെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കൺട്രോൾ റീവർക്കിൻ്റെ ട്രെയിലർ. പിന്നെ മില്ലിൻ്റെ ലെവൽ വന്നിട്ട് 2800 മാക്സ് ആണ്. അപ്പം ഗ്രാവിറ്റി ബ്ലേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഗൈസ് അപ്പോൾ ഫ്രാഗ്മെൻസും പൈസയൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൂടുതലാണ്. ഫ്രാഗ്മെൻസിനേക്കാളും കൂടുതൽ പൈസയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ 5 ഫൈറ്റിംഗ് സ്റ്റൈൽസും അൺലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ V2 ആണ്. നമുക്ക് വേണമെങ്കിൽ പ്രൊഫൈൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റാം. അപ്പോൾ ഇത് വന്ന് ഹാലോവീൻ്റെ നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഫുൾ മൂണ് ഇതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഗൈസ് ബൗണ്ടി ഫ്രാഗ്മെൻറ്റ്സ് പൈസ ഇതൊക്കെ നമ്മൾ ഇത്തിരി കൂടുതലുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ നിറയുണ്ട്. നമുക്ക് അത് വെച്ചൊക്കെ നമ്മൾ റോളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഗ്രാവിറ്റി ബ്ലേഡ് അടിപൊളിയാണ്. ഗ്രാവിറ്റി ബ്ലേഡൊക്കെ അടിപൊളിയാണ്. പിന്നെ ബസൂക്ക. പിന്നെ ഇത് ഫിഷിംഗ് റോഡാണ്. ഇത് വെച്ച് നമുക്ക് മീനൊക്കെ പിടിക്കാൻ പറ്റും. മീനും കിട്ടും, സ്റ്റാഷൊക്കെ കിട്ടും, ലെവലപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബാൻഡിഡ് പറഞ്ഞൊരു സാധനം നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വള്ളത്തിൽ കൂടെയൊക്കെ നീന്താം. നമ്മൾ V2 ആണ്. നമ്മൾ V4 എടുക്കത്തെ കഷ്ടമൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്ലാഷ് സ്റ്റെപ്പൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഫ്ലാഷ് സ്റ്റെപ്പ്, പിന്നെ ഇൻസ്റ്റിങ്ക്റ്റ്, ഓറയൊക്കെ ഉണ്ട്. ഓറ പറയുന്ന സമയത്ത് നമ്മൾ അടിക്കുന്ന ക്യാരക്ടറിന് നമ്മൾ അടിക്കുന്ന എനിമിക്ക് വന്നിട്ട് നല്ലപോലെ ഡാമേജ് ആവും ഓറ ഇട്ടിട്ട് തല്ലിക്കഴിഞ്ഞാൽ. പിന്നെ ഗൈസ് നമ്മുടെ കയ്യിൽ ഡാഷും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്കൊക്കെ വള്ളത്തിലൊക്കെ വള്ളത്തിൽ നീന്തുന്ന സമയത്തും ഡാഷൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഡാഷ് കൊടുത്തിട്ടും വള്ളത്തിലൊക്കെ നീന്താം. ഹൈ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ഗൈസ് നമ്മൾക്ക് വന്നിട്ട് ഫസ്റ്റ് സീയിൽ ടെലിപ്പോർട്ട് ആവാം. അവിടെ വന്നിട്ട് സീ ഓഫ് ട്രേറ്റ്സ് ഉണ്ടാവും. അത് നമ്മൾ എവിടെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പോർട്ടൽ ഫ്രൂട്ട് ആയ കാരണം എവിടേക്ക് വേണമെങ്കിലും ടെലിപ്പോർട്ട് ആവാം. നമ്മളിപ്പോൾ സ്നോ വില്ലേജിൽ വന്നിരിക്കുകയാണ്. സ്നോ വില്ലേജിൻ്റെ അടുത്താണ് സീ ഓഫ് ട്രേറ്റ്സ്. അവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഒരു സർക്കിളിൽ ഒരു 2-3 മിനിറ്റൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്രീ ആയിട്ടൊരു ഫ്രൂട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സീ ഓഫ് ട്രേറ്റ്സ്. ഒരാൾ വന്ന് നമ്മളെ PvP ചെയ്യുന്നത്. സീ ഓഫ് ട്രേറ്റ്സിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ പേര് നമ്മളെ PvP ഒക്കെ ചെയ്യും. അതാണ് ഇപ്പോൾ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു സർക്കിൾ ഇരിക്കുന്നത്. നിങ്ങളും പോയി ട്രൈ ചെയ്ത് നോക്കുക. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ എല്ലാ മണിക്കൂറും ഓരോ ഫ്രൂട്ട് കിട്ടും ഫ്രീ ആയിട്ട്. ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് ആയിട്ട് അവർ നമ്മൾക്ക് തരും. ഇപ്പോൾ 47 മിനിറ്റാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ 10 മിനിറ്റ് ആകുമ്പോൾ സമയത്തേ വരുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്.